Hello everyone, welcome to the course on Electrical Drives Control for Automation. We are discussing Module 6. In Module 6, today we are entering to stepper motors. Stepper motor അല്ലെങ്കിൽ also known as stepping motors or step motors. Okay, അതൊരു ഇലക്ട്രോമാഗ്നറ്റിക് മോട്ടോർ തന്നെയാണ്. അത് റൊട്ടേറ്റ് ബൈ എ സ്പെസിഫിക് നമ്പർ ഓഫ് ഡിഗ്രീസ്. എങ്ങനെയാണ്? ഇൻ റെസ്പോൺസ് ടു അൻ ഇൻപുട്ട് ഇലക്ട്രിക് സിഗ്നൽ. ഈ ടിപ്പിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2 ഡിഗ്രി, 2.5 ഡിഗ്രി, 7.5 ഡിഗ്രി അങ്ങനെയുള്ളതായിരിക്കും. അതായത് പ്രിസൈസ്ലി ഡിഫൈൻഡ് ഇൻക്രിമെൻറ്റ്സ് ഓഫ് റോട്ടർ പൊസിഷൻ, അങ്ങനെയാണ് അത് മൂവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും ആര് കറങ്ങുന്നത്? സ്റ്റെപ്പർ മോട്ടർ കറങ്ങുന്നത്. ഈ സൈസ് ഓഫ് ഇൻക്രിമെൻറ്റ് ദാറ്റ് ഈസ് മെഷേർഡ് ഇൻ ഡിഗ്രീസ് അത് നമുക്ക് ആപ്ലിക്കേഷൻ അനുസരിച്ച് വേരി ചെയ്യാൻ പറ്റും. അപ്പം അത്രയും പ്രിസൈസ് ആയിട്ടുള്ള ഒരു കൺട്രോൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമുക്ക് മെഡിക്കൽ, സാറ്റലൈറ്റ്, റോബോട്ടിക് ആൻഡ് അതർ കൺട്രോൾ ആപ്ലിക്കേഷൻസിന് സ്യൂട്ടബിൾ ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് പറയുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു എനർജി കൺവേർഷൻ ഇല്ല. നമ്മുടെ സാധാരണ ഉള്ള മെഷീനെ കമ്പയർ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് എനർജി കൺവേർഷൻ അവിടെ നടക്കുന്നില്ല. അതായത് കണ്ടിന്യൂസ്ലി ഇത് റൊട്ടേറ്റ് ചെയ്യുന്നില്ല കൺവെൻഷണൽ ഇലക്ട്രിക് മോട്ടറിനെ പോലെ. സോ ഇത് ഇലക്ട്രിക് പൾസസിനെ എന്തായിട്ട് പ്രൊപ്പോർഷണൽ മെക്കാനിക്കൽ മൂവ്മെൻ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, കണ്ടിന്യൂസ് അല്ലാതെ. So we can define a step that is defined as the angular rotation in degrees of the motor each time it receives the electrical pulse. അങ്ങനെയാണ് നമുക്കൊരു സ്റ്റെപ്പിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. ഹിയർ റോട്ടർ ഹാസ് നോ ഇലക്ട്രിക്കൽ കണക്ഷൻ, പക്ഷേ അതിന് സാലിയൻ പോൾസ് ഉണ്ട് വിച്ച് മേ ഓർ മെ നോട്ട് ഹാവ് പെർമനൻറ്റ് മാഗ്നറ്റ്. അതിൽ ഓരോ ഫേസും ദേ ആർ എനർജൈസ്ഡ് ഇൻ സീക്വൻസ് യൂസിങ് കറണ്ട് പൾസ്. സോ ദ മോട്ടോർ വിൽ റൊട്ടേറ്റ് 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം. അങ്ങനെയായിരിക്കും അത് കറങ്ങുന്നത്. ഇതിൻ്റെ യൂസസ് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ പൊസിഷൻ കൺട്രോൾ, സ്പീഡ് കൺട്രോൾ, ഇതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മോട്ടറാണ് സ്റ്റെപ്പർ മോട്ടർ എന്ന് പറയുന്നത്. ഇനി വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റെപ്പർ മോട്ടോർ? ഹൈ ആക്യുറസി ആണ്, റിലയബിലിറ്റി ഭയങ്കര കൂടുതലാണ്, ലോഡ് ഇൻഡിപെൻഡൻ്റ് ആണ്, ഹോൾഡിംഗ് ടോർക്ക് കൂടുതലാണ്. അതുകൂടാതെ മറ്റ് പല അഡ്വാൻറ്റേജസ് ഉണ്ട്. എക്സ്പെൻസ് വളരെ കുറവാണ്. Okay, it operates at a full torque at a standstill. Also less maintenance is required. High accuracy in position control. A wide range of rotational speeds can be achieved. Rapid response to start, stop and reverse. Very reliable since there is no contact brushes in the motor. ഇത്രയും അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് ഡിസഡ്വാൻറ്റേജസും കൂടെ ഉണ്ട്. ഇറ്റ് ഡ്രോസ് മോർ കറണ്ട് ആസ് കമ്പയർഡ് ടു ഡി സി മോട്ടോർ. കൂടുതൽ കറണ്ട് ഡ്രോ ചെയ്യുന്നുണ്ട് കമ്പയറിങ് ടു ഡി സി മോട്ടോർ. സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ടോർക്ക് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. എഫിഷ്യൻസി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്. ദിസ് ഈസ് ദ ബ്ലോക്ക് ഡയഗ്രം റെപ്രസെൻറ്റേഷൻ ഓഫ് സ്റ്റെപ്പർ മോട്ടോർ. അതിനൊരു സീക്വൻസർ വേണം. സീക്വൻസറാണ് റൊട്ടേറ്റിംഗ് സീക്വൻസ് ജനറേറ്റ് ചെയ്യുന്നത്. അത് ഡ്രൈവർ സർക്യൂട്ടിലോട്ട് കൊടുക്കും. ഡ്രൈവർ സർക്യൂട്ട് ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാക്കും. അതനുസരിച്ച് സ്റ്റെപ്പർ മോട്ടറിൻ്റെ കറങ്ങും. So this is the overall block diagram representation of a stepper motor. അതിൻ്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ അനുസരിച്ച് സ്റ്റെപ്പർ മോട്ടോർ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് 3: വേരിയബിൾ റിലക്റ്റൻസ് സ്റ്റെപ്പർ മോട്ടോർ, പെർമനൻറ്റ് മാഗ്നറ്റ് സ്റ്റെപ്പർ മോട്ടോർ ആൻഡ് ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടോർ. ഇതിൽ തന്നെ വേരിയബിൾ റിലക്റ്റൻസ് മോട്ടറിനെ നമുക്ക് സിംഗിൾ സ്റ്റാക്കും മൾട്ടി സ്റ്റാക്കും അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് പിന്നെയും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ്, സിംഗിൾ സ്റ്റാക്ക് വേരിയബിൾ റിലക്റ്റൻസ് സ്റ്റെപ്പർ മോട്ടോർ. You can see the figure. ഈ സിംഗിൾ സ്റ്റാക്ക് വേരിയബിൾ റിലക്റ്റൻസ് സ്റ്റെപ്പർ മോട്ടോർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് എ ലാമിനേറ്റഡ് സിലിക്കൺ സ്റ്റീൽ സ്റ്റേറ്റർ, ഓൾസോ പ്രൊജക്റ്റഡ് പോൾസ്. ഓക്കെ, അതിനകത്ത് സ്റ്റേറ്റർ പോൾ ക്യാരീസ് എ കോൺസെൻട്രിക് വൈൻഡിങ്. ഓൾസോ ദ ഫീൽഡ് വൈൻഡിങ്സ് ഓഫ് ഓപ്പോസിറ്റ് പോൾസ് ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ്. You can see that the two coils they are connected in such a way that എങ്ങനെയായിരിക്കും? Their magnetic flux gets added. Then two coils form a phase. അങ്ങനെ 2 കോയിൽ ചേർന്നിട്ടാണ് ഒരു ഫേസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് സ്റ്റേറ്റർ ആൻഡ് റോട്ടർ ദാറ്റ് മെയ്ഡ് അപ്പ് ഓഫ് മെറ്റീരിയൽസ് ഹാവിങ് ഹൈ പെർമിയബിലിറ്റി ആയിരിക്കും. ഓൾസോ വി ക്യാൻ സേ ദാറ്റ് ദ റോട്ടർ ഓൾസോ കൺസിസ്റ്റ് ഓഫ് ലാമിനേറ്റഡ് പ്രൊജക്റ്റിംഗ് പോൾസ് and rotor has no winding and there is no electrical connection in the rotor.
അതുകൊണ്ട് തന്നെ നമുക്ക് സെൽഫ് സ്റ്റാർട്ടിംഗ് ക്യാപ്പബിലിറ്റി അച്ചീവ് ചെയ്യാനും അതുകൂടാതെ ബൈ ഡയറക്ഷൻ റൊട്ടേഷൻ അച്ചീവ് ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യും? സ്റ്റേറ്റർ പോൾസും റോട്ടർ പോൾസും ഒരിക്കലും ഈക്വൽ ആക്കില്ല. In figure, you can see 3-phase 6-pole variable reluctance stepper motor. അതിൻ്റെ ഒരു ഫിഗർ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, അതിനകത്ത് 3 ഫേസസ് ഉണ്ട്. എ ബി സി എന്ന് പറയുന്ന 3 ഫേസുകളുണ്ട്. അതിൽ ഈച്ച് ഫേസ് ദാറ്റ് ഈസ് എനർജൈസ്ഡ് ബൈ പാസിംഗ് ഇലക്ട്രിക്കൽ പൾസ്. അതിൻ്റെ ഇലക്ട്രിക്കൽ കണക്ഷനാണ് തൊട്ടപ്പുറത്തെ ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ കോയിൽ എ ഡാഷ് ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ് ഫോംസ് എ ഫേസ് വൈൻഡിങ്. അതുപോലെ ബി ഡാഷ് അനദർ ഫേസ് വൈൻഡിങ് ഫോം ചെയ്യും. സി ഡാഷ് അനദർ ഫേസ് വൈൻഡിങ് ഫോം ചെയ്യും. സോ നമ്മളൊരു കറണ്ട് ഒരു ഫേസിലൂടെ കടത്തി വിടുമ്പോൾ എന്ത് ചെയ്യും? ആ ഫേസിൽ ഒരു പോള് നോർത്ത് പോളാവും, മറ്റേ പോള് സൗത്ത് പോളായിട്ട് മാറും. സോ ദീസ് ഫേസസ് ആർ എനർജൈസ്ഡ് യൂസിങ് DC സോഴ്സസ്. സോ ദ DC സോഴ്സ് ഈസ് കണക്റ്റഡ് ടു ഫേസ് എ, ഫേസ് ബി ആൻഡ് ഫേസ് സി. ഇങ്ങനെ നമ്മൾ സ്വിച്ചസ് S1 S2 S3 വഴിയുള്ള സ്വിച്ച് വഴിയാണത് ഫേസ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് തന്നെ നമുക്ക് ഫുൾ സ്റ്റെപ്പ് ഓപ്പറേഷൻ പറയാം, അതുകൂടാതെ ഹാഫ് സ്റ്റെപ്പ് ഓപ്പറേഷനും പറയാം. ഓക്കെ, ഈ ഫുൾ സ്റ്റെപ്പ് ഓപ്പറേഷൻ ആണെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? ഏതെങ്കിലും ഒരു ഫേസ് ദേ ആർ എനർജൈസ്ഡ് അറ്റ് എനി ടൈം. ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഫേസ് മാത്രമേ എനർജൈസ് ചെയ്യുള്ളൂ. സോ ഇപ്പം നമ്മളിവിടെ പറയുകയാണെങ്കിൽ സ്വിച്ച് S1 ഓൺ ചെയ്തു എന്ന് വിചാരിക്കുക. സോ കറണ്ട് ഈസ് അപ്ലൈഡ് ടു ഫേസ് എ. ദ കോയിൽസ് ഓഫ് ദ ഫേസ് 1 and 4 ദേ ആർ എക്സൈറ്റഡ്. ഓക്കെ, പിന്നെ അടുത്ത കോയിൽ എനർജൈസ് ചെയ്യും. ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് സംഭവിക്കും. ഓരോ പൊസിഷനിൽ റോട്ടർ മാറി 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 നിൽക്കും. ഓക്കെ, ഇനി അടുത്തത് ഹാഫ് അല്ലെങ്കിൽ 2 ഫേസ് ഓൺ മോഡിൽ നമ്മൾ എന്ത് ചെയ്യും? 2 സ്റ്റേറ്റർ ഫേസസ് ദേ ആർ energized simultaneously. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്തായിരിക്കും? ദ ഹോൾഡിംഗ് ടോർക്ക് ഡെവലപ്ഡ് ബൈ ദ സ്റ്റെപ്പർ മോട്ടോർ ഈസ് മോർ ആൻഡ് ബെറ്റർ ഡാംഡ് റെസ്പോൺസ് ഈസ് ഒബ്റ്റെയിൻ കമ്പയർഡ് ടു ഫുൾ സ്റ്റെപ്പ് ഓപ്പറേഷൻ. ഓക്കെ, അതാണ് ഈ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതിനകത്ത് സ്വിച്ച് S1 S2 ഓഫ് ഫേസ് എ ആൻഡ് ഫേസ് ബി അത് രണ്ടും ഒന്നിച്ച് എനർജൈസ് ചെയ്യും. സോ റോട്ടർ എക്സ്പീരിയൻസ് എ അട്രാക്ഷൻ ഫ്രം ബോത്ത് ദ ഫേസസ്. സോ രണ്ടും ഒരേ സമയം വരുന്നതുകൊണ്ട് തന്നെ റോട്ടർ എവിടെ നിൽക്കും? രണ്ടിൻ്റെ നടുക്ക് പോയിട്ട് നിൽക്കും. അതായത് നേരത്തെ കിട്ടിയതിനേക്കാളും ഹാഫിൽ എന്ത് കിട്ടും? നമുക്ക് ഈ ഫേസ് ആംഗിൾ നമ്മുടെ ഈ ഇൻക്രിമെൻ്റ് കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്കിതിൻ്റെ ഹാഫ് സ്റ്റെപ്പ് ഓപ്പറേഷനും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഈസ് മൾട്ടി സ്റ്റാക്ക് വേരിയബിൾ റിലക്റ്റൻസ് സ്റ്റെപ്പർ മോട്ടോർ. ദേ ആർ യൂസ്ഡ് ടു ഒബ്റ്റെയിൻ സ്മോളർ സ്റ്റെപ്പ് ആംഗിൾസ്. ഏത് മുതൽ? ടിപ്പിക്കലി ഇൻ ദ റേഞ്ച് ഓഫ് 2 degree to 50 degree. ഓക്കെ, ഇവിടെ 3 stacks ആർ കോമൺ. നമ്മൾ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. 3 stacks ആർ കോമൺ. സോ എ മൾട്ടി സ്റ്റാക്ക് മോട്ടർ ദേ മേ എംപ്ലോയ് ആസ് മെനി ആസ് 7 stacks. സോ മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, സിംഗിൾ സ്റ്റാക്ക് ഓപ്പറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹയർ ടോർക്ക് ടു വോളിയം റേഷ്യോ ഉണ്ട്, എഫിഷ്യൻസിയും കൂടുതലാണ്. ഇവിടെ എന്താ ആക്ച്വലി അവിടെ വരുന്നുള്ള മാറ്റം? സ്റ്റേറ്ററും റോട്ടറും of multi-stack motor that is divided along its axial length into number of sections. അതിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി സ്റ്റാക്ക് എന്നുള്ളത്. ഓക്കെ, ഈ all the stacks they are magnetically isolated from others. ഒന്നൊന്നിൽ നിന്നും മാഗ്നറ്റിക്കലി ഐസൊലേറ്റഡ് ആയിരിക്കും. സോ each phase has separate stator and rotor stacks. അതായത് all the coils of the stator stacks they are connected in series and it can be excited to make north and south poles. So both the stator and rotor have the same number of poles. നേരത്തെ പോലെ ആയിരിക്കില്ല. സോ യൂഷ്വലി സ്റ്റേറ്റർ പോൾസ് ഹാവ് സബ്ടീത്ത്. അങ്ങനെയും നമ്മളത് കണക്ട് ചെയ്യും. ഫിഗറിൽ ഇപ്പം നിങ്ങൾക്കൊരു 3 സ്റ്റാക്ക് വേരിയബിൾ റിലക്റ്റൻസ് സ്റ്റെപ്പർ മോട്ടറിൻ്റെ ബേസിക് കൺസ്ട്രക്ഷണൽ ഫിഗർ കാണാൻ പറ്റും. സോ ഇവിടെ സ്റ്റേറ്റേഴ്സ് ആൻഡ് റോട്ടേഴ്സ് ഹാവ് സെയിം നമ്പർ ഓഫ് പോൾസ്. നമുക്ക് എന്ത് പറയാം? സെയിം പോൾ പിച്ചും ആയിരിക്കും. സോ മൾട്ടി സ്റ്റാക്ക് മോട്ടർ വിത്ത് ഇവിടെ ഞാൻ പറയുന്നു m നമ്പർ ഓഫ് ഫേസസ്. ഓക്കെ, സോ സ്റ്റേറ്റർ പോൾസ് ഇൻ ഓൾ m സ്റ്റാക്സ് ആർ അലൈൻഡ്. പക്ഷേ റോട്ടർ പോൾസ് ആർ ഡിസ്പ്ലേസ്ഡ് ബൈ 1/m ഓഫ് ദ പോൾ പിച്ച്. അങ്ങനെയായിരിക്കും അതിൻ്റെ കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഓൾ ദ സ്റ്റേറ്റർ പോൾ വൈൻഡിങ്സ് ഇൻ എ ഗിവൺ സ്റ്റാക്ക് ദേ ആർ എക്സൈറ്റഡ് സൈമൾട്ടേനിയസ്ലി and therefore stator winding of each stacks that forms one phase. ഇപ്പം നമ്മുടെ കയ്യിൽ m നമ്പർ ഓഫ് സ്റ്റാക്സ് ഉണ്ടെന്ന് വിചാരിക്കുക.
ഓക്കെ, സ്റ്റാക്സിൻ്റെ എണ്ണം തന്നെയാണ് നമ്പർ ഓഫ് ഫേസസ് എന്ന് പറയുന്നത്. സോ ക്യാപിറ്റൽ NR എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ദ റോട്ടർ പോൾസ്. ദെൻ സ്റ്റെപ്പ് ആംഗിൾ എന്തായിരിക്കും? ആൽഫ SS ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ MNR. അതായത് ഇവിടെ M ഈക്വൽ ടു 3, നമ്മളിപ്പോൾ പറഞ്ഞ ഫിഗറിനകത്ത് M ഈക്വൽ ടു 3 ആണ്, NR എന്ന് പറയുന്നത് 12 ആണ്. സോ സ്റ്റെപ്പ് ആംഗിൾ എന്തായിട്ട് മാറി? 360 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 12. അതെന്ത് കിട്ടും? അതിൻ്റെ വാല്യൂ 10 എന്ന് കിട്ടും നമുക്ക്. ദാറ്റ് ഈസ് സ്റ്റെപ്പ് ആംഗിൾ ഈസ് ഈക്വൽ ടു 10. അപ്പോൾ ആ ഫിഗർ ഒന്ന് നോക്കി നിങ്ങൾ. 7.8 നമ്മൾ ഫേസ് വൈൻഡിങ് A എനർജൈസ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് പറ്റും? റോട്ടർ പോൾ ഓഫ് സ്റ്റാക്ക് A എന്ന് പറയുന്നത് ദേ ആർ അലൈൻഡ് വിത്ത് സ്റ്റേറ്റർ പോൾസ്. ഓക്കെ, സ്റ്റേറ്ററും സ്റ്റാക്ക് എയുടെ റോട്ടർ പോൾസും സ്റ്റേറ്ററും തമ്മിൽ സെയിം ആയിട്ട് അലൈൻ ചെയ്യും. നമ്മൾ A എന്ന് പറയുന്ന ഫേസ് എനർജൈസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ A എന്ന് പറയുന്ന ഫേസ് വൈൻഡിങ് എനർജൈസ് ചെയ്യുന്ന സമയത്ത്. ഇനി ഫേസ് A ഡി എനർജൈസ് ചെയ്തു, B എനർജൈസ് ചെയ്തു. അപ്പോൾ സ്റ്റേറ്ററും റോട്ടർ ബിയുടെ അല്ലെങ്കിൽ സ്റ്റാക്ക് ബിയുടെ റോട്ടർ ഇതും തമ്മിൽ സെയിം ആയിട്ട് അലൈൻ ചെയ്യും. ഓക്കെ, അതായത് നേരത്തേതിനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 10 ഡിഗ്രി, നേരത്തേത് വെച്ച് നമ്മൾ ആ ആംഗിൾ കാൽക്കുലേഷൻ അനുസരിച്ച് പറയുകയാണെങ്കിൽ 10 ഡിഗ്രി ഇവിടെ മൂവ് ചെയ്തു എന്ന് പറയാം നമുക്ക്. അതായത് 10 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്തു. ഇനി ഇതുപോലെ നമ്മൾ സിയുടെ കേസ് പറയുകയാണെങ്കിൽ ബി ഡി എനർജൈസ് ചെയ്തിട്ട് സി എനർജൈസ് ചെയ്ത് കഴിഞ്ഞാൽ റോട്ടർ പോൾസ് ഓഫ് സ്റ്റാക്ക് സി ദേ ആർ അലൈൻഡ് വിത്ത് സ്റ്റേറ്റർ പോൾസ് ഓഫ് റോട്ടർ ആൻഡ് മൂവ്സ് അനദർ 10 ഡിഗ്രി ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. So again another change in excitation of rotor that takes place and stator and rotor teeth align with the stack. So if we energize the stator in the order A, B, C, A, ആ ഒരു ഫോമിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ we will get a continuous rotation in the anti-clockwise direction. അങ്ങനെയാണ് എന്ത് ഈ മൾട്ടി സ്റ്റാക്ക് ഓപ്പറേഷൻ ഓഫ് എ വേരിയബിൾ റിലക്റ്റൻസ് മോട്ടർ നടക്കുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് മൈക്രോ സ്റ്റെപ്പിംഗ്? ഓക്കെ, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏതെങ്കിലും ഒരു വൈൻഡിങ് എക്സൈറ്റഡ് വൺ അറ്റ് എ ടൈം. സോ നമ്മൾ സൈമൾട്ടേനിയസ് ആയിട്ട് 2 ഫേസസ് അറ്റ് എ ടൈം എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്റ്റേറ്റർ മാഗ്നറ്റിക് ആക്സിസ് എന്ന് പറയുന്നത് 2 പോളിൻ്റെയും മിഡിൽ പോയിട്ട് അലൈൻ ചെയ്ത് നിൽക്കും. ഓക്കെ, അപ്പം എന്തായി? നേരത്തേതിനേക്കാളും ഹാഫ് സ്റ്റെപ്പിൽ അത് വന്നു എന്ന് പറയാം. സോ ഇതിൻ്റെ ഒരു ലോജിക്കൽ എക്സ്റ്റൻഷൻ, കുറച്ചുകൂടെ നമ്പർ ഓഫ് പോൾസ് കൂട്ടിയിട്ട് ഇതുപോലെ അറ്റ് എ ടൈം അത് 2-3 വൈൻഡിങ്ങുകൾ ഒന്നിച്ച് എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കുറേ കൂടെ ആയിട്ട് നമുക്കത് സ്റ്റെപ്പ് ആംഗിൾ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതിന് വിളിക്കുന്ന പേരാണ് മൈക്രോ സ്റ്റെപ്പിംഗ് എന്നുള്ളത്. Okay, so the further reduction in step angle can be achieved by increasing number of poles of stator and rotor, അല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്നത് using reduction in gear mechanism or using multi-stack arrangement. നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്ന multi-stack arrangement ഉപയോഗിച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റെപ്പ് ആംഗിൾ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. നെക്സ്റ്റ് ഈസ് പെർമനൻറ്റ് മാഗ്നറ്റ് സ്റ്റെപ്പർ മോട്ടോർ. ഓക്കെ, അതിന് പേര് തന്നെയുണ്ട്. ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് എ പെർമനൻറ്റ് മാഗ്നറ്റ് ഇൻ ദ റോട്ടർ, അതുകൂടാതെ ഒരു വൗണ്ട് സ്റ്റേറ്ററും ആയിരിക്കും. ഇവിടെ സ്റ്റേറ്റർ വൈൻഡിങ് ദേ ആർ എൻജൈസ്ഡ് വിത്ത് എ DC കറണ്ട്, പക്ഷേ അതിൻ്റെ റോട്ടർ പോൾസ് ദേ ആർ പെർമനൻ്റ്ലി മാഗ്നറ്റൈസ്ഡ്. സോ ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ദ പൊളാരിറ്റി ഓഫ് സ്റ്റേറ്റർ കറണ്ടിനെ ആയിരിക്കും. അവിടെ സ്റ്റേറ്റർ ഹാസ് സാലിയൻ പോൾ സ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഒരു കാര്യം കൂടെ ഓർക്കണം. റോട്ടറിന് നോ ലോങ്ങർ ഹാസ് ടീത്ത് ലൈക്ക് വേരിയബിൾ റിലക്റ്റൻസ് സ്റ്റെപ്പർ മോട്ടർ അത് വേരിയബിൾ റിലക്റ്റൻസ് ഉള്ള പോലെ ടീത്ത് ഉണ്ടാവില്ല. പക്ഷേ റോട്ടർ ഹാസ് ആൾട്ടർനേറ്റ് നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ദാറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു ദ റോട്ടർ ഷാഫ്റ്റ്. So if we are applying electrical pulses to the stator winding, it will produce alternate magnetic field which interact with the permanent magnets of the rotor. So this will result in high torque level which makes more efficient. So since the rotor consisting of permanent magnet, we can say that it provide an improved magnetic flux intensity which helps it to exhibit improved torque speed characteristics when compared with the variable reluctance motor. So നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് മോട്ടോർ ഈസ് എൻ ഐഡിയൽ ചോയ്സ് ഫോർ ആപ്ലിക്കേഷൻ റിക്വയർസ് വെരി ലോ സ്പീഡ് സച്ച് ആസ് ലൈൻ പ്രിൻ്റർ. അത്തരം ആപ്ലിക്കേഷൻസ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് പെർമനൻറ്റ് മാഗ്നറ്റ് സ്റ്റെപ്പർ മോട്ടോർ എന്ന് പറയുന്നത്. Then what are the advantages and disadvantages of permanent magnet stepper motor? It's simple construction, produce higher holding torque, better damping, less maintenance required. അതൊക്കെയാണ് അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജസ് പറയുമ്പം
ഇനീഷ്യ ഭയങ്കര കൂടുതലാണ്, വെയിറ്റ് കൂടുതലാണ്, ബിഗർ സ്റ്റെപ്പ് ആംഗിൾ ആയിരിക്കും, ഫിക്സഡ് റേറ്റഡ് ടോർക്ക് ആയിരിക്കും, ലിമിറ്റഡ് പവർ ഔട്ട്പുട്ട് ആൻഡ് സൈസ്. ഇത്രയും ഡിസഡ്വാൻറ്റേജസും കൂടെ നമ്മുടെ പെർമനൻറ്റ് മാഗ്നറ്റ് സ്റ്റെപ്പർ മോട്ടറിനുണ്ടെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ഈസ് ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടോർ. ഇത് എങ്ങനെ റോട്ടർ അലൈൻ വിത്ത് സ്റ്റേറ്റർ ഇൻ എ ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടോർ. ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടോർ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ഇംപ്രൂവ്ഡ് വേർഷൻ ഓഫ് സിംഗിൾ സ്റ്റാക്ക് വേരിയബിൾ റിലക്റ്റൻസ് സ്റ്റെപ്പർ മോട്ടോർ. സോ ഇറ്റ് കമ്പൈൻസ് ദ ബെസ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് വേരിയബിൾ റിലക്റ്റൻസ് മോട്ടോർ ആൻഡ് ദ പെർമനൻറ്റ് മാഗ്നറ്റ് സ്റ്റെപ്പർ മോട്ടോർ. എന്നിട്ട് എന്ത് ചെയ്യും, മാക്സിമം പെർഫോമൻസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മളൊരു കമ്പൈൻഡ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിരിക്കും ആസ് കമ്പയർഡ് ടു പെർമനൻറ്റ് മാഗ്നറ്റ് സ്റ്റെപ്പർ മോട്ടോർ, ബട്ട് ഷോസ് ബെറ്റർ പെർഫോമൻസ് വിത്ത് റെസ്പെക്ട് ടു സ്റ്റെപ്പ് റെസൊല്യൂഷൻ, ടോർക്ക് ആൻഡ് സ്പീഡ്. അതെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ കുറേ കൂടെ ബെറ്റർ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ ടിപ്പിക്കൽ സ്റ്റെപ്പ് ആംഗിൾസ് എന്ന് പറയുന്നത് 3.6 to 90 ഡിഗ്രി ആ റേഞ്ചിലായിരിക്കും. ഇതിൻ്റെ റോട്ടർ എന്ന് പറയുന്നത് is a multi-toothed which provides better path for the distribution of magnetic field in the air gap. So this further increases the detent holding and dynamic torque characteristics of the motor when compared with both the variable reluctance and permanent magnet stepper motor. ഇതിൻ്റെ ഡയറക്ഷൻ ഡിപ്പെൻസ് അപ്പോൺ ദ പൊളാരിറ്റി ഓഫ് സ്റ്റേറ്റർ കറണ്ട്. നമുക്കിതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒന്ന് നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു ഇത് രണ്ട് മോട്ടറിൻ്റെയും ബെസ്റ്റ് പ്രോപ്പർട്ടീസ് കമ്പൈൻ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മോട്ടറാണ്. സോ എന്ത് പറയാം, ഇറ്റ് ഈസ് ദ കമ്പൈൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് പെർമനൻറ്റ് മാഗ്നറ്റ് ആൻഡ് വേരിയബിൾ റിലക്റ്റൻസ് മോട്ടോർ. സോ വൈൻഡിങ്സ് ആർ പ്ലേസ്ഡ് ഇൻ ദ സ്റ്റേറ്റർ പോൾസ് ആൻഡ് പെർമനൻറ്റ് മാഗ്നറ്റ് ഈസ് മൗണ്ടഡ് ഓൺ ദ റോട്ടർ. സോ എ സിലിണ്ടറിക്കൽ ഓർ ഡിസ്ക് ഷേപ്ഡ് മാഗ്നറ്റ് ലൈസ് ഇൻ ദ റോട്ടർ കോർ. സോ വേറൊരു കാര്യം കൂടെ ഉണ്ട്, സ്റ്റേറ്ററും റോട്ടർ എൻഡ് ക്യാപ്സും ദേ ആർ ടൂത്തഡ്. ഓക്കെ, ഇത്രയാണ് കൺസ്ട്രക്ഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം. ഇവിടെ കോയിൽ ഇൻ പോൾ 1 ആൻഡ് പോൾ 3 ദാറ്റ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് ആൻഡ് കൺസിസ്റ്റിംഗ് ഓഫ് ഫേസ് എ ആൻഡ് പോൾ 2 ആൻഡ് 4 ആർ ഫോർ ഫേസ് ബി. ഓക്കെ, സോ ഇപ്പം നമ്മൾ സ്റ്റേറ്റർ ഫേസ് എ എക്സൈറ്റഡ്. സോ പോൾ 1 എന്ത് ചെയ്യും, അക്വേഴ്സ് നോർത്ത് പൊളാരിറ്റി വൈൽ പോൾ 3 അക്വേഴ്സ് സൗത്ത് പൊളാരിറ്റി. പോൾ എ നോർത്ത് പൊളാരിറ്റി, പോൾ 1 നോർത്ത് പൊളാരിറ്റി ആൻഡ് പോൾ 3 സൗത്ത് പൊളാരിറ്റി. അപ്പോൾ എന്തായിരിക്കും അവിടെ നടക്കുന്നത്, പോൾ 1 അട്രാക്ട്സ് റോട്ടർ സൗത്ത് പോൾ, സോ പോൾ 3 അലൈൻ വിത്ത് റോട്ടേഴ്സ് നോർത്ത് പോൾ. ഇങ്ങനെ ഒരു അലൈൻമെൻറ്റിൽ അവിടെ നിൽക്കും. ഇനി നോക്കിയേ, എക്സൈറ്റേഷൻ നമ്മൾ ഷിഫ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, എയിൽ നിന്നും ബിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ എന്തായിരിക്കും നടക്കുന്നത്, സ്റ്റേറ്റർ പോൾ 2 ബിക്കംസ് നോർത്ത് പോൾ ആൻഡ് സ്റ്റേറ്റർ പോൾ 4 ബിക്കംസ് സൗത്ത് പോൾ. അപ്പോൾ എന്ത് സംഭവിക്കും, റോട്ടർ ടു ടേൺ 90 ഡിഗ്രി ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ അടുത്ത ഘട്ടത്തിൽ ഫേസ് എ എക്സൈറ്റഡ് വിത്ത് പോൾ 1 ആസ് സൗത്ത് പോൾ ആൻഡ് പോൾ 3 ആസ് നോർത്ത് പോൾ. അപ്പോൾ നേരത്തെ ഇതിൻ്റെ എയിൽ ആദ്യം ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കിട്ടും. അതായത് ഒന്നുകൂടെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇങ്ങോട്ട് കറങ്ങും, ഈ ഡയറക്ഷനിൽ നേരെ ഓപ്പോസിറ്റിൽ അലൈൻമെൻറ്റ് നടക്കും. സോ ഇങ്ങനെ ഒരു കംപ്ലീറ്റ് സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുമ്പം എന്ത് പറ്റും, നമുക്കിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആംഗിൾ മാറിക്കൊണ്ടിരിക്കും, റൊട്ടേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും, ആംഗിൾ മാറില്ല. ഇനി വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടോർ. ഇവിടെ സ്റ്റെപ്പ് ആംഗിൾ എറർ എന്ന് പറഞ്ഞിട്ട് ഈസ് വെരി സ്മോൾ ആൻഡ് നോൺ ക്യുമുലേറ്റീവ് ആയിരിക്കും. Also excellent response to starting, stopping and reversing and produce detent torque, less tendency to resonate, small step angle possible. അതുകൂടാതെ ഹൈ ടോർക്ക് പെർ പാക്കേജ് സൈസ്. ഓക്കെ, കുറച്ച് ഡിസഡ്വാൻറ്റേജസും കൂടെ ഉണ്ട്. ഇനീഷ്യ ഭയങ്കര കൂടുതലായിരിക്കും, വെയിറ്റും കൂടുതലാണ്, വൈബ്രേഷനുള്ള ചാൻസും കൂടുതലാണ്. അത്രയും ഡിസഡ്വാൻറ്റേജസും കൂടെ ആർക്കുണ്ട്, ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടറിൻ്റെ കേസിലുണ്ട്. ദിസ് ഈസ് ദ ക്രോസ് സെക്ഷണൽ വ്യൂ ഓഫ് എ ഹൈബ്രിഡ് സ്റ്റെപ്പർ മോട്ടോർ. സ്റ്റെപ്പ് ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റെപ്പ് ആംഗിൾ എന്താണ്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ആംഗിൾ ത്രൂ വിച്ച് റോട്ടർ ഓഫ് എ സ്റ്റെപ്പർ മോട്ടോർ മൂവ്സ് വെൻ 1 കമാൻഡ് പൾസ് ഈസ് റിസീവ്ഡ് അറ്റ് എ ഇൻപുട്ട് ഓഫ് ദ സ്റ്റേറ്റർ. ഓക്കെ, അത് നമുക്ക് എന്ത് വെച്ച് ഡിനോട്ട് ചെയ്യാം, തീറ്റ അല്ലെങ്കിൽ ബീറ്റ വെച്ച് ഡിനോട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെ കിട്ടും നമുക്ക്, NS - NR ഡിവൈഡഡ് ബൈ NS ഇൻറ്റു NR ഓർ 360 ഡിവൈഡഡ് ബൈ M ഇൻറ്റു NR.
So theta is the step angle in degrees, or beta is the step angle in degrees. Ns is the number of stator teeth, Nr is the number of rotor teeth, M is the number of phases. What are the applications of stepper motor? Industrial machines. Okay, industrial മെഷീൻസിൻ്റെ കേസിൽ, അതുകൂടാതെ സെക്യൂരിറ്റി മെഷേഴ്സ്, സർവൈലൻസ് പ്രോഡക്ട്സിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓൾസോ മെഡിക്കൽ ആപ്ലിക്കേഷൻസ്, കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, സാറ്റലൈറ്റ്, അതുപോലുള്ള ആവശ്യങ്ങൾക്കെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മോട്ടറാണ് സ്റ്റെപ്പർ മോട്ടർ എന്ന് പറയുന്നത്. This is the overall comparison of stepper motor, that is permanent magnet, variable reluctance and hybrid. Cost point of view permanent magnet ആണ് ഏറ്റവും കുറവ്, വേരിയബിൾ റിലക്റ്റൻസ് ആകുമ്പോൾ കുറച്ചുകൂടെ മോഡറേറ്റ് കോസ്റ്റ് ആണ്, ഹൈബ്രിഡിൻ്റെ കേസിൽ കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടും. കൺസ്ട്രക്ഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ മോഡറേറ്റ് ഇൻ കേസ് ഓഫ് പെർമനന്റ് മാഗ്നറ്റ് ടൈപ്പ്, സിമ്പിൾ ഇൻ കേസ് ഓഫ് വേരിയബിൾ റിലക്റ്റൻസ് ടൈപ്പ്, കോംപ്ലെക്സ് ഇൻ കേസ് ഓഫ് hybrid. Weight is moderate in case of permanent magnet type, less in case of variable reluctance type, more than variable reluctance motor in case of hybrid stepper motor. Noise is less in case of permanent magnet type and more in case of variable reluctance type and less in case of hybrid motors. സ്റ്റെപ്പ് സൈസിൻ്റെ കാര്യം പറയുമ്പോൾ പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ കേസിൽ മോർ ദാൻ ദാറ്റ് ഓഫ് വേരിയബിൾ റിലക്റ്റൻസ് മോട്ടോർ, ഹൈബ്രിഡിനെ കമ്പയർ ചെയ്യുമ്പോൾ മോർ ദാൻ ആണ് വേരിയബിൾ റിലക്റ്റൻസിന്, വെരി സ്മോൾ ഇൻ കേസ് ഓഫ് ഹൈബ്രിഡ് മോട്ടോർ. നെക്സ്റ്റ് ഈസ് ലീനിയർ സ്റ്റെപ്പർ മോട്ടോർ. ഇവിടെ ലീനിയർ സ്റ്റെപ്പർ മോട്ടോർ എന്ന് പറയുന്നത് ഇറ്റ് യൂസസ് സ്റ്റെപ്പർ മോട്ടേഴ്സ് ആസ് എ സോഴ്സ് ഓഫ് റോട്ടറി പവർ. ഓക്കെ, അതിനകത്ത് റോട്ടറിൻ്റെ ഉള്ളിൽ ഒരു ത്രെഡഡ് പ്രിസിഷൻ നട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഷാഫ്റ്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പം ദിസ് ഷാഫ്റ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ ലെഡ് സ്ക്രൂ. സോ ആസ് എ റോട്ടർ ടേൺസ്, ലീനിയർ മോഷൻ എങ്ങനെ അച്ചീവ് ചെയ്യുന്നത്? ഡയറക്ട്ലി ത്രൂ നട്ട് ആൻഡ് ത്രെഡഡ് സ്ക്രൂ. So it makes sense to accomplish the rotary to linear conversion directly inside the motor. ഈ ലീനിയർ മോട്ടർ വർക്ക്സ് ഓൺ സെയിം ബേസിക് പ്രിൻസിപ്പിൾസ് ആസ് റൊട്ടേറ്റിംഗ് മോട്ടോർസ്. അതിൻ്റെ ആക്ച്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ലീനിയർ മോഷൻ ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റൊട്ടേഷന് പകരം അവിടെ ഉണ്ടാകുന്ന ലീനിയർ മോഷൻ ആയിരിക്കും. സോ ലീനിയർ സ്റ്റെപ്പ് മോട്ടോഴ്സ് ദേ ആർ ഐഡിയൽ ഫോർ ഓപ്പൺ ലൂപ്പ് പൊസിഷൻ കൺട്രോൾ, വെലോസിറ്റി കൺട്രോൾ ആൻഡ് ആക്സിലറേഷൻ കൺട്രോൾ ആപ്ലിക്കേഷൻ വിത്ത് light loads. So it can be integrated with a linear encoder for closed loop control. അത് ചെയ്യണമെങ്കിൽ നമുക്ക് ക്ലോസ് ലൂപ്പ് കൺട്രോൾ ചെയ്യാൻ ഒരു ലീനിയർ എൻകോഡറുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. In figure you can see a cross section of a linear stepper motor. Here a linear stepper motor that consisting of a stationary track and a moving assembly. So this moving assembly of a linear stepper motor has number of teeth that are similar those found in rotor of conventional stepper motor. Also it has two sets of field windings and a permanent magnet. So there is a stationary track that can be considered as a stator of the conventional stepper motor. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആക്ച്വലി നമ്മളിപ്പോൾ ഫീൽഡ് വൈൻഡിങ് ഓഫ് ദ മൂവിങ് അസംബ്ലി ദാറ്റ് ഈസ് എനർജൈസ്ഡ്. അപ്പോൾ എന്ത് സംഭവിക്കും? വൺ സെറ്റ് ഓഫ് ടീത്ത് ഈസ് അലൈൻഡ് വിത്ത് ദ ടീത്ത് ഓഫ് സ്റ്റേഷനറി ട്രാക്ക്. ഫിഗർ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. Okay, so it should be noted that the stationary tag and the moving assembly similar teeth structure അങ്ങനെയായിരിക്കും അത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. So a small offset that is provided in order to facilitate the moving assembly to be attracted to the next available magnetic field in the track. ഇപ്പോൾ magnetic flux from the electromagnets, there aids the flux lines of one of the permanent magnets and cancels the flux lines of the other permanent magnet. So എന്ത് പറയാം, when current flow to the coil stop ചെയ്ത് കഴിഞ്ഞാൽ moving assembly will align itself to the appropriate tooth set and holding force ensures that there is no movement. Then the linear stepper motor that is provided with a controller which selects the way in which field windings are energized. Okay, so we can say that the motor can move in the desired direction either forward or backward. What are the advantages of linear stepper motor? Precision open loop control ആണ്, simple in construction ആണ്, low cost position ആണ്, velocity and acceleration control, അതായത് low cost position, velocity and acceleration control ആണ്, reliability ഭയങ്കര കൂടുതലാണ്. And what are the applications? പമ്പുകൾ, കൺവേയേഴ്സിൽ, ലബോറട്ടറി എക്യുപ്മെൻറ്റ്സ്, വാൽവ് ആക്ച്വേറ്റേഴ്സ്, ഇവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന
ടൈപ്പ് ഓഫ് മോട്ടോറാണ് ലീനിയർ സ്റ്റെപ്പർ മോട്ടോർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഓഫ് ഓർ ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സ്റ്റെപ്പർ മോട്ടോർ. ഓക്കെ, എന്താണിതെന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ആക്ച്വൽ ദ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് റിലേറ്റിംഗ് ടു ദ മോട്ടോഴ്സ് വിച്ച് ആർ ഇൻ മോഷൻ ഓർ അബൌട്ട് ടു സ്റ്റാർട്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ പുൾ ഇൻ, ടോർക്ക് ആൻഡ് പുൾ ഔട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സ്റ്റെപ്പർ മോട്ടോർ. അതും നമുക്ക് എന്തായിട്ട് വിളിക്കാം? ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിന് വേറൊരു പേര് വിളിക്കാം, ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത്. So the area between pull in torque and pull out torque that represents those values of torque and stepping rate which the motor follows without losing synchronism provided that it has already started and synchronized. ആ ഏരിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ലീവ് റേഞ്ച് എന്നുള്ളത്. ഈ പുള്ളിൻ ക്യാരക്ടറിസ്റ്റിക്സ് അതിന് നമ്മൾ സ്റ്റാർട്ടിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സ്റ്റെപ്പർ മോട്ടോർ എന്ന് വിളിക്കാം. സോ എന്താ അത് തരുന്നത്? ഇറ്റ് ഷോസ് ദ റേഞ്ച് ഓഫ് ഫ്രാക്ഷണൽ ലോഡ് ടോർക്ക് അറ്റ് വിച്ച് മോട്ടോർ ക്യാൻ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് വിത്തൗട്ട് ലോസിങ് എനി സ്റ്റെപ്സ്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സ്റ്റാർട്ട് സ്റ്റോപ്പ് മോഡ് ഓഫ് ഓപ്പറേഷൻ. In start-stop mode of operation, we can say that at any operating point, motor can start and stop without losing any synchronism. So in this mode, second pulse is given to stepper motor only after the rotor attain the steady or rest position due to first pulse. ഈ റീജിയൻ ഓഫ് സ്റ്റാർട്ട് ഓഫ് മോഡ് ഓഫ് ഓപ്പറേഷൻ ഏതിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഓൺ ദ ഓപ്പറേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ടോർക്ക് ഡെവലപ്ഡ് ആൻഡ് സ്റ്റെപ്പിംഗ് റേറ്റ് ഓർ സ്റ്റെപ്പിംഗ് ഫ്രീക്വൻസി ഓഫ് ദ സ്റ്റെപ്പർ മോട്ടറിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് പുൾ ഔട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. അതിനെ നമ്മൾ സ്ലൂയിങ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നും കൂടെ വിളിക്കും. So it gives the relation between fractional load torque and maximum pulse frequency with which stepper motor can synchronized. So from this pull out characteristics, maximum torque that can developed at any speed can be obtained. So if the load torque is more than the motor torque, the motor will pull out of synchronism with the magnetic field and it will stop. So this is all about dynamic characteristics of a or torque speed characteristics of a stepper motor.